നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 +2 തുല്യതാ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ മികച്ച മാർക്ക് നേടാൻ ഈ ചാനൽ ഉപകാരപ്പെടും. സിലബസ് പ്രകാരമുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത്. +1 +2 തുല്യതാ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീക്ഷാ ഗൈഡ്സും ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസായി രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് അല്ലേ? ആരെഴുതിയതാണ്? ഹെലൻ കെല്ലർ. ഓക്കെ, ആരാണ് ഹെലൻ കെല്ലർ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെലൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വനിതയാണല്ലേ. എന്തുകൊണ്ടാണ് ഹെലൻ ഇത്രയും ഫേമസ് ആയത്? കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ തോറ്റു പിന്മാറാതെ ജീവിതത്തെ സധൈര്യം നേരിട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ വനിതയാണ് ഹെലൻ കെല്ലർ. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയാണ് നമുക്കിന്നിവിടെ പഠിക്കാനുള്ളത്. തുടങ്ങാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥ, അതായത് ഓട്ടോബയോഗ്രഫിയാണ് ആത്മകഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയാണ് ഇത്, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഷീ ബിക്കെയിം ഡെഫ് ആൻഡ് ബ്ലൈൻഡ്. ഹെലൻ ഡെഫും ബ്ലൈൻഡുമായി. ഡെഫ് മീൻസ് ചെവി കേൾക്കാൻ പറ്റാത്ത ആൾ, ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത ആൾ. ഓക്കെ, ഹെലൻ ബിക്കെയിം ഡെഫ് ആൻഡ് ബ്ലൈൻഡ്. എപ്പോൾ മുതലാണ് ഹെലൻ ഡെഫും ബ്ലൈൻഡുമായത്? വെൻ ഷീ വാസ് 19th month. ഹെലന് വെറും 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ ഹെലൻ എന്ത് സംഭവിച്ചു? ഹെലന് കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു. ഓക്കെ, 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ. ഓക്കെ, ഷീ നറേറ്റ്സ് ഹർ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ്. ഷീ നറേറ്റ്സ് ഹർ ലൈഫ്, അതായത് നറേറ്റ്സ് എന്ന് പറഞ്ഞാൽ വിവരിക്കുക എന്നാണ്. ഷീ നറേറ്റ്സ് ഹർ ലൈഫ്. ഹെലൻ്റെ ജീവിതം വിവരിക്കുകയാണ്. എപ്പോൾ മുതലുള്ള ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ്. ഹെലന് കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുന്നതിന് മുന്നേയും അതിന് ശേഷവുമുള്ള ജീവിതത്തെക്കുറിച്ച് ഹെലൻ വിവരിക്കുന്നുണ്ട്. എന്തിലാണ് വിവരിക്കുന്നത്? ഈ ആത്മകഥയിലാണ് വിവരിക്കുന്നത്. ഓക്കെ, ആത്മകഥയിൽ ഹെലൻ്റെ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഈ സംഭവത്തിന് മുന്നേയും അതിന് ശേഷവുമുള്ള ജീവിതം എന്ത് ചെയ്യുന്നുണ്ട്? വിവരിച്ചു പോകുന്നുണ്ട്. ഹെലൻ വാസ് ബോൺ ഓൺ June 27th, 1880. ഹെലൻ എപ്പോഴാണ് ജനിക്കുന്നത്? June 27th, 1880. 1880 ജൂൺ 27 ഹെലൻ ജനിക്കുകയാണ്. എവിടെയാണ് ജനിച്ചത്? അലബാമയിലാണ് ഹെലൻ ജനിക്കുന്നത്. ഓക്കെ, അലബാമ എന്ന് പറയുന്നത് US വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അലബാമ. അലബാമയിലെ ഒരു കുഞ്ഞു പട്ടണമാണ്, ഒരു ലിറ്റിൽ ടൗൺ ആണ്. ഏത്? ടസ്കംബിയ. ഹെലൻ ജനിക്കുന്നത് ആ ടസ്കംബിയയിലാണ്. ഓക്കെ, ടസ്കംബിയ എവിടെയാണ്? അലബാമ. US ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അലബാമ. അവിടുത്തെ ഒരു കുഞ്ഞു ടൗണിലാണ് ആര് ജനിക്കുന്നത്? ഹെലൻ ജനിക്കുന്നത്. എപ്പോഴാണ് ജനിക്കുന്നത്? June 27th, 1880. ഓക്കെ, അടുത്ത പോയിന്റ്. ഹർ ഫാദർ വാസ് ആർതർ H. കെല്ലർ. ഹെലൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ആർതർ H. കെല്ലർ. ആൻഡ് ഹർ മദർ കെയ്റ്റ് ആഡംസ്. ഹെലൻ്റെ അമ്മയുടെ പേര് കെയ്റ്റ് ആഡംസ് എന്നാണ്. ഓക്കെ, ഹർ മദർ പ്ലാൻഡ്. ഹെലൻ്റെ അമ്മ പ്ലാൻ ചെയ്തു. എന്താണ് പ്ലാൻ ചെയ്തത്? ടു ഗീവ് ദ ചൈൽഡ് ഹർ മദേഴ്സ് നെയിം. ടു ഗീവ് ദ ചൈൽഡ്. ഓക്കെ, ഹെലൻ്റെ അമ്മ പ്ലാൻ ചെയ്യുകയാണ് കുഞ്ഞിന് ആരുടെ പേര് കൊടുക്കണമെന്ന്? ഹെലൻ്റെ അമ്മയുടെ പേര് കൊടുക്കണമെന്ന് ഹെലൻ്റെ അമ്മ പ്ലാൻ ചെയ്യുകയാണ്. ഹെലൻ എവററ്റ്. ഹെലൻ എവററ്റ് എന്ന പേര് കൊടുക്കണമെന്ന് ഹെലൻ്റെ അമ്മ പ്ലാൻ ചെയ്തു. ഓക്കെ, ഹെലൻ എവററ്റ് എന്ന പേര് കൊടുക്കണമെന്ന് ഹെലൻ്റെ അമ്മ എന്ത് ചെയ്യാണ്? പ്ലാൻ ചെയ്യാണ്. ബട്ട് ഫാദർ ഫോഗോട്ട് ദ നെയിം. പക്ഷെ എന്ത് സംഭവിച്ചു? ഫാദർ ഫോഗോട്ട് ദ നെയിം. ഫോഗോട്ട് എന്ന് പറഞ്ഞാൽ മറന്നു പോവാന്നാണ്. ഓക്കെ, ഹെലൻ്റെ അച്ഛൻ എന്ത് ചെയ്യാണ്? മറന്നു പോവാണ് ആ പേര്. ആൻഡ് നെയിം ദ ചൈൽഡ് ഹെലൻ ആഡംസ്. ആ പേര് മറന്നുപോയതുകൊണ്ട് വേറൊരു പേര് കുട്ടിക്ക് കൊടുക്കുകയാണ്, ഹെലൻ ആഡംസ്. ഹെലൻ ആഡംസ് എന്ന് ഹെലൻ്റെ അച്ഛൻ ഹെലന് പേര് കൊടുത്തു. ഷീ ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് നിയർ ഹർ ഫാമിലി ഹൗസ്. എവിടെയാണ് ഹെലൻ താമസിച്ചിരുന്നത്? ഹെലൻ താമസിച്ചിരുന്നത് ഇൻ എ സ്മോൾ ഹൗസ്, ഒരു കുഞ്ഞു ഹൗസിലാണ്. എവിടെ? നിയർ ഹർ ഫാമിലി ഹൗസ്, കുടുംബ വീടിന് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു വീട്ടിലാണ് ആര് താമസിച്ചിരുന്നത്? ഹെലൻ താമസിച്ചിരുന്നത്. അപ് ടു ദ ടൈം ഓഫ് ഇൽനെസ്. ഹെലൻ്റെ
ഹെലൻ ആ പനി വരുന്ന സമയത്ത് ഹെലൻ എവിടെയാണ് താമസിച്ചിരുന്നത്? കുടുംബ വീടിന് തൊട്ടടുത്തുള്ള കുഞ്ഞു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇറ്റ് വാസ് ദ ഹൗസ് യൂസ്ഡ് ബൈ ഹർ ഫാദർ. ഈ ഹൗസാണ് ആരുപയോഗിച്ചിരുന്നത്? ഹെലൻ്റെ ഫാദർ. ആഫ്റ്റർ ഹിസ് മാരേജ് വിത്ത് ഹർ മദർ. ഹെലൻ്റെ അമ്മയെ വിവാഹം ചെയ്തതിന് ശേഷം ഹെലൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഹൗസ് ഏതാണ്? ഇതാണല്ലേ. ഇറ്റ് വാസ് ദ ഹൗസ് യൂസ്ഡ് ബൈ ഹർ ഫാദർ ആഫ്റ്റർ ഹിസ് മാരേജ് വിത്ത് ഹർ മദർ. ഹിസ് സെക്കൻഡ് വൈഫ്. ഹെലൻ്റെ അമ്മ ഹെലൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണ്. ഓക്കെ, സെക്കൻഡ് വൈഫാണ്. ഓക്കെ, അവരുടെ വിവാഹത്തിന് ശേഷം ഹെലൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന വീടാണ് ഇത്. ദ പ്ലേസ് വാസ് റിയലി ബ്യൂട്ടിഫുൾ അല്ലേ? ആ സ്ഥലം എങ്ങനെയുള്ള സ്ഥലമായിരുന്നു? വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. വിത്ത് എ ലോട്ട് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. ഒരുപാട് പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സ്, അതായത് പൂക്കുന്ന ചെടികളൊക്കെയുള്ള സ്ഥലമായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ആര് ജീവിച്ചിരുന്നത്? ഹെലൻ ജീവിച്ചിരുന്നത്. ഹെലൻ താമസിച്ചിരുന്നത്. ദ പ്ലേസ് വാസ് ലൈക്ക് എ പാരഡൈസ് ടു ലിറ്റിൽ ഹെലൻ. ദ പ്ലേസ് വാസ് ലൈക്ക് എ പാരഡൈസ്. ആ സ്ഥലം ഹെലന് എങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു? പാരഡൈസ് എന്ന് പറഞ്ഞാൽ സ്വർഗം. ഓക്കെ, ഹെലന് ആ സ്ഥലം ശരിക്കും ഒരു സ്വർഗമായിരുന്നു. ഏത് സ്ഥലം? ഹെലൻ താമസിച്ചിരുന്ന സ്ഥലം. അവിടെ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓക്കെ, ആസ് എ ലിറ്റിൽ ചൈൽഡ് ഹെലൻ എൻജോയ്ഡ് ലൈഫ് വെരി മച്ച്. ആസ് എ ലിറ്റിൽ ചൈൽഡ്, കുഞ്ഞായിരുന്ന ഹെലൻ എന്ത് ചെയ്തു? ഹെലൻ്റെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ടു സ്പീക്ക് വെരി ഏർലി. വളരെ കുഞ്ഞിലേ തന്നെ ആര് സംസാരിക്കാൻ തുടങ്ങി? ഹെലൻ സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് സ്റ്റാർട്ടഡ് വോക്കിംഗ് അറ്റ് ദ ഏജ് ഓഫ് 1. ഓക്കെ, നടക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? 1 വയസ്സുള്ളപ്പോഴാണ്. ഓക്കെ, ഹെലന് 1 വയസ്സുള്ളപ്പോൾ തന്നെ ഹെലൻ നടന്നു തുടങ്ങി. അതുപോലെ തന്നെ വളരെ വളരെ നേരത്തെ തന്നെ സംസാരിച്ചു തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ടു സ്പീക്ക് വെരി ഏർലി ആൻഡ് സ്റ്റാർട്ടഡ് വോക്കിംഗ് അറ്റ് ദ ഏജ് ഓഫ് 1. ഓക്കെ, 1 വയസ്സിൽ തന്നെ നടന്നു തുടങ്ങി. ബട്ട് ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഈ വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ദിവസങ്ങൾ എന്ത് ചെയ്തില്ല? ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഒരുപാട് നാൾ നീണ്ടു നിന്നില്ല. ഷീ ഗോട്ട് എ സ്ട്രേഞ്ച് ഇൽനെസ്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വിചിത്രമായ, അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ. ഓക്കെ, അപൂർവമായ ഒരു ഇൽനെസ്, പനി അല്ലെങ്കിൽ ഒരു അസുഖം ആർക്ക് വന്നു? ഷീ ഗോട്ട് എ സ്ട്രേഞ്ച് ഇൽനെസ് ഇൻ ഫെബ്രുവരി. ഓക്കെ, ഫെബ്രുവരി മാസത്തിലാണ് ഹെലന് എന്ത് വരുന്നത്? ഈ അപൂർവമായിട്ടുള്ള രോഗം പിടിപെടുന്നത്. വിച്ച് ഷാറ്റേർഡ് ഹെർ ലൈഫ്. അവളുടെ ലൈഫ് തന്നെ എന്തായി? ലൈഫിനെ തന്നെ അത് ബാധിച്ചു. ഷാറ്റേർഡ് എന്ന് പറഞ്ഞാൽ തകർക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. തകർക്കുക, നശിപ്പിക്കുക എന്നൊക്കെയാണ് മീനിങ്. ഓക്കെ, ഷീ ഗോട്ട് എ സ്ട്രേഞ്ച് ഇൽനെസ്. വളരെ അപൂർവമായ രോഗം ഹെലന് ഫെബ്രുവരി മാസത്തിൽ വന്നു. അതെന്ത് സംഭവിച്ചു? അത് ഹെലൻ്റെ ലൈഫിനെ തന്നെ തകർത്ത് കളഞ്ഞു. ഓക്കെ, ദ ഡോക്ടർ തോട്ട് ഷീ കുഡ് നോട്ട് ലീവ്. ഡോക്ടർ എന്താണ് കരുതിയത്? ഷീ കുഡ് നോട്ട് ലീവ്. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യില്ല? ജീവിക്കില്ല. ഇതുവരെയുള്ളൂ ഹെലൻ്റെ ലൈഫ് എന്തായി? കഴിഞ്ഞു എന്നാണ് ഡോക്ടർ കരുതിയത്. ബട്ട് ദ ഫീവർ ലെഫ്റ്റ് ആൻഡ് ഷീ ലിവ്ഡ്. അല്ലേ? ആ പനി എന്ത് ചെയ്തു? പനി മാറി. ആൻഡ് ലിവ്ഡ് ഈവൻ ദോ ഷീ കുഡ് നെവർ സീ ഓർ ഹിയർ അഗൈൻ. എന്നിരുന്നാലും ഹെലൻ എന്ത് ചെയ്തു? ജീവിച്ചു. പനി മാറി. ഓക്കെ, പനിയൊക്കെ പോയി. അതിന് ശേഷം ഉള്ള ലൈഫ് എങ്ങനെയുള്ള ലൈഫായിരുന്നു? കുഡ് നെവർ സീ ഓർ ഹിയർ അഗൈൻ. അവൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? സംസാരിക്കാനോ കാണാനോ കേൾക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പനി വന്നു, ആ പനി മാറി. പക്ഷേ ആ പനി മാറിയതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുകയാണ് അവിടെ? ഹെലൻ്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു. എവറിത്തിങ് ബിക്കെയിം എ മെമ്മറി ടു ഹെലൻ. എല്ലാം ഹെലൻ എന്ത് മാത്രമായി മാറി? മെമ്മറി, ഓർമ്മ. ഹെലന് എവറിത്തിങ്, എല്ലാം എന്തായി മാറുകയാണ് ചെയ്തത്? ഹെലന് ഓർമ്മകൾ മാത്രമായിട്ട് മാറുക ചെയ്തത്. ഷീ വാസ് ഇൻ എ കൈൻഡ് ഓഫ് ഡാർക്ക്നെസ്. ഹെലൻ്റെ ലൈഫ് പിന്നെ എന്തായി? ഹെലൻ ഒരു തരം അന്ധകാരത്തിലായിരുന്നു. ഡാർക്ക്നെസ് മീൻസ് അന്ധകാരം. അണ്ടിൽ ഹർ ടീച്ചർ കെയിം ടു ഹെൽപ്പ് ഹർ. ആര് വരുന്നത് വരെ? ഹെലനെ സഹായിക്കാൻ ഹെലൻ്റെ ടീച്ചർ വരുന്നത് വരെയും ഹെലൻ്റെ ലൈഫ് എങ്ങനെയുള്ളതായിരുന്നു? അന്ധകാരമായിരുന്നു. ഹെലൻ്റെ ലൈഫ് ഡാർക്കായിരുന്നു അല്ലേ?
ഹെലൻ്റെ ലൈഫ് മുഴുവൻ എന്താണ്, അന്ധകാരമായിരുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് ഹെലൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഹെലൻ്റെ. ജസ്റ്റ് ഹെലൻ്റെ ലൈഫ് പറഞ്ഞു പോവുകയാണല്ലേ ഇവിടെ. ഓക്കെ, ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. ഹെലൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഓക്കെ, ഹെലന് എത്രാമത്തെ വയസ്സിലാണ് കാഴ്ചശക്തിയും കേൾവി ശക്തി നഷ്ടപ്പെടുന്നത്? വെറും 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ. വെൻ ഷീ വാസ് 19th month അല്ലേ, 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ എന്തായി മാറുകയാണ്? ഷീ ബിക്കെയിം ഡെഫ് ആൻഡ് ബ്ലൈൻഡ്. ഡെഫും ബ്ലൈൻഡുമായിട്ട് മാറുകയാണ് ഹെലൻ. അടുത്ത, ഹെലൻ എപ്പോഴാണ് ജനിക്കുന്നത്? ജൂൺ 27, 1880. എവിടെ? അലബാമ. അലബാമയിലുള്ള ടസ്കംബിയ എന്ന് പറയുന്ന ടൗണിലാണ് ഹെലൻ ജനിക്കുന്നത്. അതിനുശേഷം ഹെലൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ആർതർ എച്ച് കെല്ലർ ആൻഡ് അമ്മ കേറ്റ് ആഡംസ്. ഹെലൻ ജനിച്ച സമയത്ത് ഹെലൻ്റെ അമ്മ ഹെലന് ഇടാൻ വെച്ചിരുന്ന പേരെന്താണ്? ഹെലൻ എവററ്റ്. ഓക്കെ, ഹെലൻ്റെ അമ്മ നൽകാനിരുന്ന പേര് ഹെലൻ എവററ്റ് എന്നാണ്. അത് ആരുടെ പേരാണ്? ഹെലൻ്റെ അമ്മയുടെ പേരാണ് അല്ലേ, ഹെലൻ എവററ്റ്. പക്ഷേ ഇവിടെ ഹെലൻ്റെ ഫാദറിന് എന്ത് സംഭവിക്കും? ഫാദർ ഫോർഗോട്ട് ദ നെയിം. ഫാദർ ആ പേരെന്ത് ചെയ്യും? മറന്നുപോകും. എന്നിട്ട് ഹെലൻ എന്തെന്ന് പേര് കൊടുക്കും? ഹെലൻ ആഡംസ് എന്ന് പേര് കൊടുക്കും അല്ലേ. ഹെലൻ താമസിച്ചിരുന്ന വീടിനെ കുറിച്ചാണ് പറയുന്നത്. ഹെലൻ ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിച്ചിരുന്നത്. എവിടെ? ഹെലൻ്റെ ഫാമിലി ഹൗസിന് തൊട്ടടുത്തുള്ള ഒരു സ്മോൾ ഹൗസിലാണ് ഹെലൻ താമസിച്ചിരുന്നത്. ഈ ഹൗസിൽ എപ്പം മുതലാണ് അവർ താമസിക്കാൻ തുടങ്ങിയത്? ഹെലൻ്റെ അമ്മയെ വിവാഹം കഴിച്ചത് മുതൽ ഹെലൻ്റെ അച്ഛൻ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഹെലൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫാണ് ഹെലൻ്റെ അമ്മ. ഓക്കെ, പിന്നെ ഈ പ്ലേസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എങ്ങനത്തെ പ്ലേസാണ്? വാസ് റിയലി ബ്യൂട്ടിഫുൾ വിത്ത് എ ലോട്ട് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള പൂക്കുന്ന ചെടികളൊക്കെയുള്ള സ്ഥലം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ദ പ്ലേസ് വാസ് ലൈക്ക് എ പാരഡൈസ് ടു ഹെലൻ. ഹെലന് ആ സ്ഥലം എങ്ങനെയുള്ളതാണ്? ഹെലന് ശരിക്കും അതൊരു സ്വർഗം തന്നെയായിരുന്നു. ആസ് എ ലിറ്റിൽ ചൈൽഡ് ഹെലൻ എൻജോയ്ഡ് ലൈഫ് വെരി മച്ച്. കുഞ്ഞായിരുന്ന സമയത്ത് ഹെലൻ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഹെലൻ സംസാരിച്ചു തുടങ്ങി. അതുപോലെ 1 വയസ്സിൽ തന്നെ നടന്നു തുടങ്ങി. പക്ഷേ ഈ ഹാപ്പിനെസ് ഒന്നും അധികകാലം നീണ്ടു നിന്നില്ല. ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഹെലന് എന്ത് പറ്റി? ഹെലൻ ഒരു സ്ട്രെയിഞ്ച് ഇൽനെസ്, ഫെബ്രുവരി മാസത്തിൽ ഹെലന് ഒരു അപൂർവമായ രോഗം പിടിപെടുകയും ആ രോഗം ഹെലൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു, തകർക്കുന്നു. അതായത് ആ പനി ഹെലൻ്റെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും ഒക്കെ കവരുന്നു. ഡോക്ടേഴ്സ് എന്താണ് വിചാരിച്ചിരുന്നത്? ഡോക്ടർ കരുതിയത് ഹെലൻ ഇനി അങ്ങോട്ട് ജീവിക്കില്ല എന്നാണ്. പക്ഷേ പനി മാറി ഹെലൻ മുന്നോട്ട് ജീവിച്ചു. പക്ഷെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? കേൾവിയും കാഴ്ചയും ഒന്നുമില്ലാത്തൊരു ലോകം പിന്നീട് ഹെലനെ കാത്തിരുന്നു. ഹാപ്പി ഡേയ്സൊക്കെ ഹെലന് വെറും മെമ്മറീസ് മാത്രമായി മാറി. ഈ മനോഹരമായിട്ടുള്ള ആ കഴിഞ്ഞുപോയ ദിവസങ്ങളൊക്കെ ഹെലന് എന്തുമാത്രമായി? ഓർമ്മകൾ മാത്രമായിട്ട് അവശേഷിച്ചു. പിന്നെ അങ്ങോട്ടുള്ള ലൈഫ് ഹെലൻ വളരെയധികം ഡാർക്കായിട്ടുള്ള എ കൈൻഡ് ഓഫ് ഡാർക്ക്നെസ്, ഒരു തരം അന്ധകാരത്തിലായിരുന്നു ഹെലൻ്റെ ജീവിതം. ഏതുവരെ? അണ്ടിൽ ഹർ ടീച്ചർ കെയിം ടു ഹെൽപ്പ് ഹർ. ഹെലൻ്റെ ടീച്ചർ ഹെലനെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഹെലൻ്റെ ജീവിതത്തിൽ ഹെലൻ്റെ ടീച്ചർ കടന്നു വരുന്നത് വരെയും ഹെലൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു? ഡാർക്കായിരുന്നു, ഡാർക്ക്നെസ്സിലായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് അങ്ങോട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ അങ്ങോട്ടുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങോട്ടുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.